ഓം ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിതയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ആരാണ്? ജഡ്ജിയാണോ? പ്രിയരെ, കൊല്ലം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഒരു സ്കൂൾ ഫൈനൽ വിദ്യാർത്ഥിയായിരുന്നു ശങ്കരൻ. അക്കാലത്ത് സഹപാഠികളുമായി ആ യുവാവിന് യാതൊരു സഹകരണവും ഉണ്ടായിരുന്നില്ല. വരുന്നതും പോകുന്നതുമെല്ലാം തനിച്ചു തന്നെയായിരുന്നു. അലക്കി തേച്ച അഴുക്കുപുരളാത്ത വസ്ത്രമായിരുന്നു എന്നും ശങ്കരൻ ധരിച്ചിരുന്നത്. സ്വർണപ്രേമുള്ള ഒരു കണ്ണടയും എപ്പോഴും മുഖത്തുണ്ടാകുമായിരുന്നു. ഗുരുദേവൻ ഉപരിപഠനകാലത്ത് താമസിച്ചിരുന്ന വാരാണപ്പള്ളി കുടുംബത്തിലെ ഒരു ഇളമുറക്കാരനായിരുന്നു ആ ശങ്കരൻ. അതിനാൽ ഗുരുദേവൻ താമസിച്ച കുടുംബത്തിലെ അംഗമെന്ന നിലയിലുള്ള ഒരു അഭിമാനം അയാൾ എപ്പോഴും വച്ചുപുലർത്തിയിരുന്നു. എന്നാൽ അതിനെ ഒരു ഗർവായിട്ടാണ് മറ്റു പലരും വ്യാഖ്യാനിച്ചിരുന്നത്. ദന്തം കെട്ടിയ വിലപിടിപ്പുള്ള ഒരു വടിയുമായിട്ടാണ് അന്ന് ശങ്കരൻ മിക്കപ്പോഴും സ്കൂളിൽ വരാറുണ്ടായിരുന്നത്. ഗുരുദേവനെ അക്കാലം വരെയും ശങ്കരൻ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ആയിടക്ക് പുതുപ്പള്ളിയിൽ നിന്നും കുറെ ഗുരുഭക്തന്മാർ ഒരു കെട്ടുവള്ളത്തിൽ ഗുരുദേവൻ ദർശിക്കുന്നതിനായി ശിവഗിരിക്ക് പുറപ്പെടുകയുണ്ടായി. ഗുരുദേവനെ കണ്ടിട്ടില്ലെന്നത് ഒരു കുറവായി കൊണ്ടു നടന്നിരുന്ന ശങ്കരനും അപ്പോൾ അവർക്കൊപ്പം കൂടി ശിവഗിരിയിലെത്തി. അവർ ശിവേരിക്കടുത്തുള്ള ഓവിൽ കുളിയും മറ്റും കഴിച്ച ശേഷം ശാരദാ മഠത്തിലെത്തി പ്രാർത്ഥന നടത്തി. അത് കഴിഞ്ഞ് എല്ലാവരും വൈദിക മഠത്തിലേക്ക് പോയി ഗുരുദേവനെ നമസ്കരിച്ച് ഓരോരോ കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ചു. അവരിൽ അവസാനത്തെയാളായിരുന്നു ശങ്കരൻ. തന്റെ ദന്തം കെട്ടിയ വടി കൈകളിൽ തന്നെ പിടിച്ചുകൊണ്ട് ഗുരുദേവനെ വന്ദിച്ചിട്ട് മാറി നിന്നു. അപ്പോൾ സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണട ധരിച്ചും ദന്തനിർമ്മിതമായി വടി പിടിച്ചു നിൽക്കുന്ന ശങ്കരന്റെ മട്ടും ഭാവവും കണ്ടിട്ട് ഗുരുദേവൻ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു, ആരാണ്? ജഡ്ജിയാണോ? ശങ്കരൻ: അല്ല. ഗുരുദേവൻ: വക്കീലാണോ? ശങ്കരൻ: അല്ല. ഗുരുദേവൻ: പിന്നെ ആര്? ഡോക്ടറാണോ? ശങ്കരന് ഉത്തരം മുട്ടി. പിന്നീട് ഒരു ജാള്യതയോടെ അയാൾ പറഞ്ഞു, വാരാണപ്പള്ളിയിലെ ശങ്കരനാണ്. ഗുരുദേവൻ വാത്സല്യത്തോടെ ശങ്കരനെ അടുത്ത് വിളിച്ചു വാരാണപ്പള്ളിയിലെ അപ്പോഴത്തെ വിശേഷങ്ങൾ അന്വേഷിച്ചു. അതിൽ പിന്നെ ശങ്കരന്റെ മിഥ്യാഭിമാനം വെറുവുമെല്ലാം ഇല്ലാതായി. പിന്നീട് സ്കൂളിലെത്തിയ ശങ്കരൻ സഹപാഠികളുമായി നല്ല സ്നേഹത്തിലും സഹകരണത്തിലുമായിരുന്നു. സ്നേഹപൂർവ്വം, രഞ്ജൻ കയനാടത്ത്.